സ്തോത്രം. അതുകൊണ്ട് തന്നെ നമ്മെ രക്ഷിച്ചു ദൈവം. എവിടെ നിന്ന്? പാപത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു, ശാപത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. കാരണം നമ്മുടെ പാപത്തിൻ്റെ സകല ശിക്ഷകളും ക്രൂശിൽ കർത്താവ് വഹിച്ചു. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എന്തു പറയുന്നത്? ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നമുക്കതൊന്ന് വായിച്ചേ. റോമർക്ക് എഴുതിയ ലേഖനം 8:1 വേഗത്തിലൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. വളരെ വേഗത്തിൽ. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പൊ ശിക്ഷാവിധിയിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? രക്ഷിച്ച ദൈവം ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. അടുത്തത്, ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിച്ച ദൈവം ഇനിയും നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം വിഷയങ്ങളിലാണോ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അവിടെയും നമ്മെ രക്ഷിക്കാൻ മതിയായ ദൈവമാണ്. വിശ്വസിക്കുന്നവർ ചാർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, എൻ്റെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, തൻ്റെ പ്രാർത്ഥനയെ നിരസിച്ചു കളയാത്ത ദൈവം സ്വർഗത്തിൽ എനിക്കുണ്ട്. തക്ക സമയത്ത് അവൻ്റെ വിടുതലുകൾ ഞങ്ങൾക്ക് നൽകി മാനിക്കുവാനിടയാകും. നോക്കാം നമുക്ക്. 2 വാക്യങ്ങളും കൂടെ നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിക്കുകയാണ്. എന്നിട്ട് ചില കാര്യങ്ങൾ വേഗത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ. 2 വാക്യങ്ങൾ ദയവായി വായിക്കണം. ദൈവം യേശുവിനെ അയച്ചതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ, അല്ലെങ്കിൽ ചെയ്തു. അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. കർത്താവായ യേശുവിനെ സിനഗോഗിൽ വിളിച്ച് ശുശ്രൂഷിക്കുവാനായിട്ട് അവസരം കൊടുത്തപ്പോൾ യേശു സിനഗോഗിൽ ചെന്ന് പ്രസംഗിക്കുവാൻ എടുത്ത യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് കർത്താവ് അത് വായിക്കുന്നത്. കർത്താവ് അത് കണ്ടു, അതവിടെ ശുശ്രൂഷിക്കുവാനായിട്ടിടയായി. കർത്താവിനെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൊരു പ്രവചന ഭാഗമാണിത്. യേശുവിനെ കുറിച്ച് ദൈവം യേശു ഭൂമിയിലേക്ക് വരുമ്പോൾ കർത്താവ് എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എഴുതി വെച്ച പ്രവചനമാണ് ആ ഭാഗം. എന്തുവായിരുന്നു അത്? സ്തോത്രം. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ഭൂതം ബാധിച്ചവരെ വിടുവിക്കുന്നു, യേശു പാപത്തിൽ ബന്ധിക്കപ്പെട്ടവരെ വിടുതൽ കൊടുത്ത് ദൈവത്തിൻ്റെ പറുദീസയുടെ അംഗങ്ങളാക്കി മാറ്റുന്നു. സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി പറയുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അതുകൊണ്ട് കർത്താവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും എന്ന് പറഞ്ഞാൽ പിശാച് കൊണ്ടുവരുന്ന എല്ലാ അവസ്ഥകളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. യേശു വന്നത് തന്നെ രക്ഷിക്കാനാണ്. യേശു രക്ഷിച്ച ചരിത്രം ദൈവവചനത്തിൽ നമുക്ക് കാണാം. അവൻ അന്ന് രക്ഷിച്ചു എന്ന് തൻ്റെ പരസ്യ ശുശ്രൂഷ സമയങ്ങളിൽ രക്ഷിച്ച കർത്താവ് ഇന്നും തൻ്റെ ജനത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ദൈവം രക്ഷകനാണ്. രക്ഷകനായ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിൽ നിന്ന് ഇന്ന് പകലൊന്ന് അത് പറയണം. ഹൃദയത്തിനകത്തൊന്ന് വിശ്വസിച്ചിട്ട് നാവ് കൊണ്ട് ഇന്ന് പകലൊന്ന് ഏറ്റുപറയണം. എൻ്റെ ദൈവം ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിൽ നിന്ന്, ഏതൊക്കെ സാഹചര്യം? എല്ലാ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന്,
എല്ലാ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് പകലൊന്ന് ഹൃദയത്തിൽ വിശ്വാസത്തോടെ സ്തോത്രം അധരത്തിൽ ശബ്ദങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞാട്ടെ. എല്ലാ സാഹചര്യങ്ങളിലും, എല്ലാ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിലും, അതൊരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങളാകാം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള വിഷയങ്ങളാകാം, നിങ്ങളുടെ വീടിന് വേണ്ടിയുള്ള വിഷയങ്ങളാകാം, നിങ്ങളുടെ രോഗങ്ങൾക്കുള്ള വിഷയങ്ങളാകാം, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പൈശാചിക മണ്ഡലത്തിൽ നിന്ന് ഒരു വിടുതൽ വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാകാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം യേശു കർത്താവ് സകല പ്രതികൂലങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന കർത്താവാണ്. ഇത് കേൾക്കുന്ന ഒരു പിശാചുണ്ട്. നിങ്ങളിത് പറയുമ്പോൾ, നിങ്ങളിത് വിശ്വസിക്കുമ്പോൾ കേൾക്കുന്ന ഒരു പിശാച് പറയും, ഇല്ല, ഒരിക്കലും അതിനെ നടക്കാൻ ഞാൻ അതിനെ അനുവദിക്കയില്ല. പിശാച് എത്ര തന്നെ കേട്ട് പ്രവർത്തിച്ചാലും വിശ്വാസത്തോടെ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്തോ. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതിനെ തടയാൻ, ഹല്ലേലൂയ, ദൈവത്തിന് നിങ്ങളോടുള്ള വാഗ്ദത്ത നിവർത്തിയെ തടയാൻ ഒരു ദുഷ്ടനും കഴിയുകയില്ല. ഒരു പിശാചിനും അതിനെ തടയാൻ കഴിയുകയില്ല. ഇന്ന് പകൽ അതങ്ങ് വിശ്വസിച്ചു. വചനം പറയുന്നു, യേശു വന്നത് രക്ഷിക്കാനാണ്. ഇവിടെ നമ്മൾ ആരാധിക്കുന്ന ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്.